സംസ്ഥാനത്ത് നിപ ബാധിച്ച് എല്ലാവരും മരിച്ചെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കള്ളപ്രചാരണം പൊളിച്ച് കണക്കുകൾ. രാജ്യാന്തര തലത്തിൽ 70% മുകളിലുള്ള നിപയുടെ മരണനിരക്ക് 33% പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു. നിപ ബാധിച്ച 31 പേരിൽ 9 പേർ മരണത്തെ അതിജീവിച്ചവരാണ്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ കേരള വിരുദ്ധ പ്രചാരണം. നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? ലോകത്തിന് മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇകഴ്ത്തിക്കാണിക്കാനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞ പച്ച നുണകളാണിത്. കണക്കുകളെക്കുറിച്ചും യാഥാർത്ഥ്യത്തെക്കുറിച്ചും ധാരണയില്ലാത്തവർക്ക് സത്യമെന്ന് തോന്നിപ്പോയേക്കാവുന്ന തരത്തിൽ ആധികാരികമായാണ് വ്യാജ പ്രചരണം. എന്നാൽ എന്താണ് സത്യാവസ്ഥ? കേരളത്തിൽ നിപ്പ ബാധിച്ച മുഴുവൻ പേരും മരിച്ചോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കണക്കുകളിൽ അത് വ്യക്തം. സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുന്നത് 2018 മെയ് മാസത്തിലാണ്. കോഴിക്കോടും മലപ്പുറത്തുമായി ആകെ 18 കേസുകൾ. ഇതിൽ 2 പേർ രോഗം പൂർണ്ണമായും ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. 2019 എറണാകുളം സ്വദേശിയായ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ആ ആളിനെ സംസ്ഥാനം മരണത്തിന് വിട്ടുകൊടുത്തില്ല. ജീവനോടെ വീട്ടിലെത്തിക്കാൻ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞു. ഈ വർഷത്തെ മാത്രം കണക്കുകൾ നോക്കിയാൽ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരാൾ രോഗം ഭേദമായി ആശുപത്രി വിട്ടു, ഒരാൾ ചികിത്സയിലാണ്, ഒരാൾക്ക് ജീവൻ നഷ്ടമായി. രാജ്യാന്തര തലത്തിൽ 70% മുകളിലുള്ള നിപ്പയുടെ മരണനിരക്ക് ലോകത്തിലാദ്യമായി കേവലം 33% പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളുമായും രാജ്യങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ നിപ്പ പ്രതിരോധം ഏറെ മുന്നിലെന്ന് ആരോഗ്യ വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. നിപ്പയുടെ മരണനിരക്ക് കൂടുന്നത് നമ്മുടെ ചികിത്സാ പിഴവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനത്തിലുള്ള കുറവുകൾ കൊണ്ടാണോ എന്ന് നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല. ലോകത്ത് എല്ലാ സ്ഥലത്തും ഈ നിപ്പ അണുബാധ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ മരണനിരക്ക് ഏകദേശം 65 മുതൽ 70% വരെയാണ്. ആ ലോകാരോഗ്യ സംഘടനയുടെ തന്നെ ഇപ്പോഴും നമ്മൾ അവരുടെ എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കതിനകത്ത് കാണാൻ പറ്റും ഒരു എപ്പിഡമിക് എത്ര നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോഴും ഈ 2018 നിപ്പ ഔട്ട്ബ്രേക്കിനെ കേരളം നേരിട്ടത് കാണുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത 31 കേസുകളിൽ 9 പേർ ജീവനോടെയുണ്ട് എന്നതാണ് വസ്തുത. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് പച്ചനുണകൾ ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഗീബൽസിയൻ തന്ത്രങ്ങൾ. സംസ്ഥാനത്ത് 31 പേർക്ക് നിപ്പ ബാധിച്ചെങ്കിലും ഇതിൽ 9 പേർ മരണത്തോട് പോരടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ്. അവരെ കൂടി കൊന്നുകളയുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽമാരുടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.